നമസ്കാരം. വീണ്ടും മണി പേജ് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്നലെ രാവിലെ 12,950 ഇരുന്ന ഗോൾഡ് ടാക്കോ ട്രംപ് കാരണം തിരികെ ഇപ്പോൾ 13,350ക്ക് ചെന്നിരിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ 13,000 വന്നിരിക്കുന്നു. ഇന്ന് ഈവനിങ് പിന്നെ കുറച്ചും കൂടെ കയറും. നാളെ എന്താകുമെന്ന് പറയാൻ പറ്റില്ല. ഗോൾഡിൻ്റെ വില മേളിലും കീഴേയും പോകുന്നു. ഇവരേക്ക് നമ്മളെ ഫസ്റ്റ് ഫ്ലോറായ 12,500 കംഫർട്ടബിളായിട്ട് ഹോൾഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷത്തിന് ജാനുവരിയിൽ നിന്ന് വന്ന മുക്കാവാശ ഗെയിൻസിന് ഓൾഡ് വിട്ടു. ട്രംപ് ഭാഗവാതരം ഹെൽപ്പ് ചെയ്യുന്നു, ജിയും ഹെൽപ്പ് ചെയ്യുന്നു. ബൈഡൻ അടിക്കുന്ന അടിയിൽ ഗോൾഡ് രക്ഷിക്കപ്പെടുന്നു. വെള്ളി വന്നിട്ട് 2,17,000 രൂപയ്ക്കാണ് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ഇരിക്കുന്നത്. അത് തന്നെ റിയൽ മാർക്കറ്റ് ഇന്ന് 2,40,000 രൂപ എന്ന് പറയുന്നു. തന്നെ വിശ്വസിക്കേണ്ട. ഇന്ത്യൻ റുപ്പി 93-94 ഇരുന്ന് 93.80 വരയ്ക്കും ഇരിക്കുന്നു. നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല, ഇന്ത്യ ബാസ്ക്കറ്റാണ് ഇമ്പോർട്ടൻറ്റ്. അത് 140 അടുത്തിരിക്കുന്നു. ഇന്ന് ട്രംപ് ഭാഗവാദർ ഒരു ഗൂഗിൾ ഇട്ടിരിക്കുന്നു. പോയാ പോട്ട് എൻ്റെ മാപ്പിളയും സ്റ്റീവ് ഹിൻസലോഫ് എന്ന ആളും ഇറാനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാൻ സറണ്ടറായി 5 ദിവസത്തിന് ഞാൻ സമയം തരുമെന്ന് പറഞ്ഞിരിക്കുന്നു. ബോസ് ഇതൊക്കെ കഥയാണ്, ഞങ്ങളാണ് ജയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇറാനിലിരുന്ന് രണ്ട് വലിയ തല പറഞ്ഞിരിക്കുന്നു. മൊത്തത്തിൽ ട്രംപിന് പേടി കൊടുക്കുമെന്ന് നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നു. ഇത് കാരണം ട്രംപ് ഭാഗവാദർ എങ്ങനെയാണ് ബൾട്ടി അടിക്കാമെന്ന് നോക്കുന്നു. പക്ഷേ ഇസ്രയേൽ എന്ത് പറയുന്നു എന്നാൽ പോർ സത്യമാണ്, പോർ ഇനിയും കണ്ടിന്യൂ ആകും, ഞങ്ങൾ അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും, ടാക്കോ ട്രംപ് നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നു. ട്രംപ് ഇപ്പം അമേരിക്കയിൽ തന്നെ ഒരു കേലിക്കൂത്തായിട്ടാണ് മാറിയിരിക്കുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന സ്ഥിതിക്ക് വാർ തീർന്നത് പോലെ ഇല്ല. ഒരു 3-4 ബ്രേക്ക് ഉണ്ടായിരിക്കും. ഈ 3-4 ബ്രേക്കിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ തന്നെ അമേരിക്കൻ ഫ്യൂച്ചേഴ്സ് നെഗറ്റീവിലിരിക്കുന്നു. ഇന്ന് ഞാൻ തിരുച്ചിയിലിരുന്ന് മദ്രാസ് വന്ന കാരണം കുറച്ച് സമയമെടുത്തു. മാർക്കറ്റ് തീർന്നതിൻ്റെ ശേഷമാണ് വന്നത്. മാർക്കറ്റ് 450 പോയിന്റ് പ്ലസിൽ ക്ലോസ് ആയിരിക്കുന്നു. ഇത് എന്തെന്ന് നോക്കിയാൽ ടാക്കോ ട്രംപിൻ്റെ ഗിഫ്റ്റാണ്. ഇത് ഒരു വലിയ ബൗൺസ്. ഈ ബൗൺസ് എത്രയും ദിവസം താങ്ങുമെന്ന് പറയാൻ പറ്റില്ല. നാളെ തന്നെ ട്രംപ് ബൾട്ടി എന്ന് പറഞ്ഞൊരു ന്യൂസ് വരാം. ഇല്ലെങ്കിൽ ഒരു 4 ദിവസം ഇതിങ്ങനെ ഓടാം, അതിൻ്റെ ശേഷം അടിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ പട്ടാസ് ലിസ്റ്റിൽ ഏത് നമുക്ക് ശരിയായിരിക്കുന്നു 1, 2 എന്ന് കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കാം. ഇന്ന് ഇന്ത്യയുടെ റിയൽ പ്രോബ്ലംസ് ഒന്നും സോൾവ് ആയില്ല. ഇന്ന് ഇത്രയും ദിവസം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിന് പാർലമെൻറ്റിൽ ഇന്ന് സംസാരിച്ചിരിക്കുന്നു. ഇത് കാരണം നിങ്ങൾ മുമ്പേ ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ പിന്നെ അത് കൺഫെഷൻ പോലെ പാർലമെൻറ്റിൽ പറയും. ഇപ്പോൾ ഇന്ത്യക്ക് ഒരേ കഷ്ടമാണ്. കോവിഡ് സമയം പോലെ ആയിരിക്കുന്നു. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ പറ്റിയത് 14 കിലോ സിലിണ്ടറിന് 10 കിലോ സിലിണ്ടറായിട്ട് വിറ്റ് വിലയ്ക്ക് തരണത്. ഇത്ര വരയ്ക്കും 14 കിലോ 1000 രൂപയാണ്. ഇരുന്ന് 10 കിലോ 1000 രൂപയാണ്. എന്തോരമാണ് പ്രോബ്ലം ഇരിക്കുന്നു എന്നതിന് കാണിക്കേണ്ട ഒരു കാര്യമാണിത്. ഫ്രീ രംഗത്തിൽ ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നു. യൂഷ്വലായിട്ട് ഒരു അയ്യങ്കാർ റെസ്റ്റോറൻറ്റിൽ കഴിക്കും. അവിടെ ഞാനും എൻ്റെ ഭാര്യയും ചെന്നപ്പോൾ ബോർഡിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗ്യാസിൻ്റെ വില കയറിയ കാരണം ഞങ്ങളുടെ വില ഞാൻ കയറ്റിയിരിക്കുന്നു. ഒരു ഭക്ഷണങ്ങളിന് 10 രൂപ കൂടിയിട്ടുണ്ടെന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ പറ്റിയെന്ന് ഞാൻ വിചാരിച്ചു. 2000 രൂപ പറഞ്ഞു സാർ. പക്ഷേ അതേ സിലിണ്ടർ ഇപ്പോൾ ബ്ലാക്കിൽ കിട്ടുന്നു, 900 രൂപയ്ക്ക് പറയുന്നു. ഞാൻ അതിന് ഓർഡർ കൊടുത്തിരിക്കുന്നു സാർ. എൻ്റെ മുമ്പ് 80 പേർ ഇരിക്കുന്നു സാർ വെയിറ്റിംഗ് ലിസ്റ്റിൽ. ആഴ്ച എനിക്കൊരു 3 ആഴ്ച ആകുമെന്ന് പറയുന്നു. ഇതാണ് റിയാലിറ്റി. ഇതിലിരുന്ന് നമ്മൾ രക്ഷപ്പെടാൻ പറ്റില്ല. എൻ്റെ ബ്രേക്ക് ത്രൂ കാരണം ഈ പ്രോബ്ലം സോൾവ് ആകത്തില്ല. ഇതാണ് നമ്മളെ ഫണ്ടമെൻ്റൽ ഇഷ്യൂ സോൾവ് ആകുന്നവരേക്കും നമ്മൾ മാർക്കറ്റിൽ ഫോർവേഡ് ഡിഫക്റ്റിനെ കളിക്കണം. വളരെ സൂക്ഷിച്ച് നമ്മൾ ഇരിക്കണം. ഇന്ന് ഗുജാൽസിന് എന്ത് പറ്റിയെന്ന് നോക്കാം. പക്ഷെ ഗിൽഗിൽമായിട്ട് നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ 1.7 അപ്പ്, T.5 അപ്പ്, ആർമ 0.4 അപ്പ്, FMCG 0.1 അപ്പ്, ടെൽ 1.1 അപ്പ്. എന്നെ വെച്ച് കയറ്റി എന്ന് പറയാൻ പറ്റില്ല. എന്നെ വെച്ച് തന്നെ കയറ്റിയിരിക്കും എന്ന് വെച്ചാൽ ഈ ലിസ്റ്റിൽ ബാങ്കിനെ കുറിച്ച് കാണോ അങ്ങ് തന്നെ മോശമായിട്ട് ഇരിക്കുന്നു എന്ന് നമുക്കറിയാൻ പറ്റുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിഫെൻസീവായിട്ട് കറക്റ്റായി കളിച്ചിരിക്കുന്നു എന്ന് ജസ്റ്റ് നമുക്ക് പറയും. നിഫ്റ്റി റിയാലിറ്റീൻ്റെ അടുത്ത് തന്നെ ചെന്നില്ല. 32% പീക്കിൽ ഇരുന്ന് ഗില്ലിയാണ്. ലൈറ്റിന് ലാസ്റ്റ് 1 മാസം കൊണ്ട് കൺസിഡർ ചെയ്യുന്നു. 36% ഗില്ലിയാണ്. FMCG ITC അല്ലാതെ ഒന്നും തുടർന്നതില്ല. 10% ഗില്ലി. ശേഷം നിഫ്റ്റി ഓയിൽ ഗ്യാസിൻ്റെ പുറകെ നമ്മൾ ചെല്ലുന്നില്ല. ഇത് 21% ഗില്ലിയാണ്. ഓട്ടോ 17% ഗില്ലി. ഇത് നമ്മൾ ബോട്ടം മോസ്റ്റിലാണ് ഇരിക്കുന്നത്. ഇത് കാരണം നമ്മൾ ഗില്ലി അത്രയും കാണാൻ പറ്റുന്നില്ല. ഗില്ലിയാണത്.
ഓവറോളായിട്ട് ഗില്ലി 17.2 ടി ബാങ്ക് 16 നമ്മൾ അടി വാങ്ങിയിരിക്കുന്നു. ഇതിലും തന്നെ ടി ഫൈനാൻഷ്യൽ സർവീസസിലും നമ്മൾ അടി വാങ്ങിയിരിക്കുന്നു 5. ടാറ്റ സ്റ്റീലിൽ നമ്മൾ ചിരഞ്ജീവിയായിട്ടിരിക്കുന്ന കാരണം 2% അടി വാങ്ങിയാലും അത്രയും വലിയ അടിയല്ല അത്. ടി 14% അടിയാണ്. നമ്മൾ കറക്റ്റായി വാങ്ങിയ സ്ഥലത്തിലിരുന്ന് നമ്മളിൽ മുക്കാവാശി ആൾക്കാർക്ക് അത് ഒരു വളരെ അടിയൊന്നുമല്ല. ടി ഇൻഫ്രാസ്ട്രക്ചർ L&T കാരണം അടിയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ തന്നെ ചിന്തിച്ചിരിക്കുന്നു, ഇത് ചെയ്യാമോ വേണ്ടാമോ എന്ന്. പിക്കുന്നതിലെ ബെസ്റ്റ് പെർഫോമർ വന്നിട്ട് നിഫ്റ്റി ഫാർമയാണ്. നമ്മൾ ഒരുപാട് കൺസിഡർ ചെയ്ത് വച്ചിരിക്കുന്നു. ഡിഫൻസീവ് സ്ട്രാറ്റജി കറക്റ്റായിട്ട് വർക്കായിരിക്കുന്നു. ഇതിനകത്ത് തന്നെ ഫസ്റ്റ് പെർഫോമർ ഇൻ ഗ്ലോബൽ ഇക്വിറ്റി മാർക്കറ്റ് കളറിൽ നോക്കുവാണെങ്കിൽ 14% എന്നത് വർഷത്തിൽ നോക്കുവാണെങ്കിൽ വളരെ മോശമായിട്ടിരിക്കും. അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തി, നിങ്ങളെ കഷ്ടപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ. ടോപ്പ് ഗെയിനർ ആൻഡ് ലൂസർ കമേഴ്ഷ്യൽ വെഹിക്കിൾ 4% അപ്പാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് 3, മഹേന്ദ്ര 2, ഫെഡറൽ ബാങ്ക് 2.1, തമിഴ്നാട് മെർക്കൻഡൈൽ ബാങ്ക് 2.1, ഹീറോ മോട്ടോർ 2, ടാറ്റ 1.7, FC 1.6, മഹേന്ദ്ര 1.2, ഗുഡ് ഫിനാൻസ് 1.9. ഓവറോളായി ഇന്ന് മാർക്കറ്റിൽ നടന്ന കാര്യങ്ങളാണ്. അതിൽ $100 അടുത്ത് വന്നിരുന്നാലും അതിനങ്ങനെ നോക്കരുത്. നമ്മൾ ഇന്ത്യ ബാസ്ക്കറ്റിന് നോക്കണം. കാരണം ഇന്ത്യയുടെ പ്രോബ്ലം കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം നമ്മൾ എക്സ്പോർട്ട്സ് ഇതിൽ അകപ്പെട്ടിരിക്കുന്നു. എക്സ്പോർട്ട് കയറുന്നു, വേദന ഒരുപാടിരിക്കും. ഈ ഫ്രാക്ചർ ആയതുപോലെ ഉണ്ടായിരിക്കും. ആളറിൻ്റെ കുറപാടിരിക്കും. നിൽക്കുന്ന ആര് തീർച്ചയായിട്ടും എത്തും. 100 നിക്ഷയം. പക്ഷെ അത് എന്നാണ് എന്നതാണ് ഡൗട്ട്. ഈ ഡിസംബർ തന്നെ ബാറ്റിന് എടുക്കുന്നു, മാർച്ചിൽ ബാറ്റ് എടുക്കുന്ന എന്നതാണ് ചോദ്യം. എല്ലാ ആൾക്കാർ വരൂല എന്ന് പറയുന്നു. തീർച്ചയായിട്ട് വരും. മാർക്കറ്റ് ക്യാപ്പ് 1.3 ലാക്കാണ്. $10 അത് താന്നിട്ടുണ്ട്. ഇതിൽ വെസ്റ്റ് ഇന്ത്യയാണ് എന്ന് പറയുന്നു. സെക്ടേഴ്സൊക്കെ 41% ഫാളായിരിക്കുന്നു. സ്മാൾ ക്യാപ്പ് ഇൻഡെക്സ് ബെയർ മാർക്കറ്റിനകത്ത് വന്നിരിക്കുന്നു. കാരണമാണ് ഞാൻ സ്മാൾ ക്യാപ്പ് വേണ്ട എന്ന് പറഞ്ഞത്. വേണമെന്ന് പറഞ്ഞ് വാങ്ങിയായിരുന്നു. ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രശ്നത്തിൽ അകപ്പെടില്ലായിരുന്നു. ഇത് US മാർക്കറ്റ് ഇന്നലെ കയറിയത് ട്രംപ് കാരണമാണ്. തീരാൻകാരർ പറഞ്ഞിരിക്കുന്നു S&P 500-ൽ നമ്മളെ ട്രംപ് ഡിസിഷൻ എടുക്കുന്ന കാരണം തന്നെ പോലത്തെ ബൾട്ടി കണ്ടിന്യൂസ്, നോ പ്രോബ്ലം, ഈ മാച്ച് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ് ഇറാൻ പറഞ്ഞിരിക്കുന്നു. മുമ്പേ പറഞ്ഞതുപോലെ ഇറാനിന് ഇളക്കാൻ ഒന്നുമില്ല. ട്രംപിന് നഷ്ടപ്പാട് ഒരുപാടിരിക്കും. 2 ബാം ഇടുവാണെങ്കിൽ ട്രംപിൻ്റെ ഇലക്ഷൻ കാലി. കാരണം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ മാർച്ചിൽ 1 ലക്ഷം കോടി എടുത്തുകൊണ്ട് ചെന്നായിരുന്നു. $10 ബില്യൺ ടാർഗറ്റ് റീച്ച്ഡ് ആണ്. ഇനി 7 ദിവസം സമയമുണ്ട്. ഇപ്പോൾ ഇട്ടവർക്ക് 3 വർഷം നെഗറ്റീവാണ്. കാരണം 2 ലക്ഷത്തിന് മുകളിൽ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ എടുത്തുകൊണ്ട് ഓടിപ്പോടുന്നത് ബെറ്ററാണ്. ഇന്ത്യയുടെ ഷോർട്ട് ടേം ബോണ്ട് ഈൽഡ് ആൾമോസ്റ്റ് 7% ടച്ചായിരിക്കുന്നു. 6.83. 7% ഇല്ലെങ്കിൽ FD നിങ്ങളെ കിടപ്പിലാക്കും. UK ടാരിഫ്, UK സെപ്പറേറ്റ് ആയിട്ട് സ്പെഷ്യൽ ടാരിഫ് ഇരിക്കുന്ന കാരണം സ്റ്റീലിൻ്റെ റിക്കവറി വരാൻ ചാൻസ് ഒരുപാടുണ്ട് എന്ന് പറയുന്നു. TC വിചാരിക്കുന്നു എന്താണ് ടാറ്റായ വന്നിട്ട് ഈ സാൾട്ട് ഇട്ട് എടുത്തുകൊണ്ട് പോകുന്നു, നമ്മളും അകത്ത് പോവാം. അവർ വിചാരിച്ച് ശക്തി സാൾട്ട് എന്ന് പറഞ്ഞ് ഇത് വരാൻ പോകുന്നു. ആശീർവാദ് ഗോതമ്പ ബ്രാൻഡിനെ എക്സ്റ്റൻഷൻ ചെയ്ത് ആശീർവാദ് എന്നതിനെ ഇറക്കാൻ പോകുന്നു. ഐടി മാർക്കറ്റിൽ എടുക്കാൻ പോകുന്നു. പറയുന്നത് എന്തെന്ന് വെച്ചാൽ ടാറ്റ എൻ്റെ ടാർഗറ്റ് അല്ല, ഈമിയയാണ് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നു. ഗ്ലൂട്ടൈഡ് മാർക്കറ്റ് 2000 കോടി കടൻ ക്രോസ് ആകും പറയുന്നു. എല്ലാവരും ചേർന്ന് ഗുസ്തി വയ്ക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സൗത്ത് കൊറിയയിൽ AI ഡിമാൻഡിലും ഞാൻ ടാപ്പ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു. TCS എന്ത് പറയുന്നു എന്നാൽ പുതിയ ആൾക്കാരൊന്നും എടുക്കാൻ പറ്റൂല, ട്രെയിൻഡായിട്ട് ചുറ്റിയിട്ടിരിക്കുന്നതല്ലേ മറ്റു സ്ഥലങ്ങളിലൊക്കെ, ഒക്കെ ഞാൻ തൂക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പിഡോ എന്ത് പറയുന്നു എന്നാൽ എങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് ആട്ടോയിൽ തീർത്ത് ഇപ്പോൾ കാർ എടുത്തിരിക്കുന്നു. വിക്കി സൊമോട്ടോയിൽ തീർത്തു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ സെക്ടറിൽ യാരിനും പ്രോഫിറ്റ് ഇല്ല. എന്നിട്ട് ഗോൾഡൻ പാരഷൂട്ട് വാങ്ങി കുതിച്ചായിരുന്നു. ഈ ലാസിൽ അകപ്പെട്ടിരിക്കുന്നു. എത്ര ലാസ് റാപ്പിഡോയ്ക്ക് സമയമായി കൊടുക്കാൻ റെഡിയായിരിക്കുന്നു. കൊടുക്കാൻ സെബി എന്ത് പറയുന്നു എന്നാൽ HDFC ബാങ്കിൻ്റെ ബോർഡ് നീഡ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നു ചെയ്യുന്നതെന്നാണ് സെബി പറയുന്നു. HDFC ബാങ്ക് എന്ത് പറയുന്നു എന്നാൽ ചാനൽ റിവ്യൂ വെച്ച് അർമൻ എന്താണ് വെളിയിൽ ചെന്നു എന്ന് ഞാൻ നോക്കാമെന്ന് പറയുന്നു. ഇത് ചെയ്യുന്ന വെച്ചാൽ 2 പേരിനെ ഫ്രണ്ട്ലി വിളിച്ചുകൊണ്ടെന്ന് ഒരു 5 ലക്ഷം 10 ലക്ഷം ഫീസിനെ കൊടുത്ത് ഇത്രയും ഒന്നുമില്ല, എല്ലാം ശരിയായിരിക്കുന്നു എന്ന് പറഞ്ഞ്
ഇതൊരു വളരെ നല്ല ആളാണ്, കേക്ക് മിസ്ത്രി വളരെ നല്ല ആള് ആണ് എന്നൊക്കെ പറയും. സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അവർ ചെല്ലും. ബാക്ക് സ്റ്റോൺ എന്ത് പറയുന്നു എന്നാൽ ഒരു സ്പോർട്സിൽ എൻ്റർ ആകുന്നു, CBയിലും രാജസ്ഥാൻ റോയൽസിലും ഒരു ചെറിയ സ്റ്റേക്ക് വാങ്ങുന്നു പറയുന്നു. അക്സെഞ്ചർ എന്ത് പറയുന്നു എന്നാൽ ഫാസ്റ്റ് ഓപ്റ്റിമൈസേഷൻ തന്നെ ചെയ്യാൻ പോകുന്നു, ഗ്രിഡ് മോഡലൊക്കെ വേണ്ട എന്നാണ് പറയുന്നു. ഒക്കെ ഓഫീസിന് വരണോ അവർ വന്നോ, ഇല്ലെങ്കിൽ നിങ്ങൾ പോയെന്ന് പറഞ്ഞിരിക്കുന്നു. ബഫറ്റ് അപ്പൂപ്പൻ എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ തിരികെ ജപ്പാനിൽ കുതിച്ചിരിക്കുന്നു. കീഴിലിരുന്ന് ജപ്പാനിന് ജമ്പ് ചെയ്ത അപ്പൂപ്പൻ എന്ന് ഹെഡ്ലൈൻസ് ഇരിക്കും. എന്നിട്ട് ടോക്കിയോ മറൈനിന് വില പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ പെട്ടെന്ന് കുതിച്ചിറങ്ങേണ്ട, അതിൽ സീറ്റ് ബെൽറ്റിന് ടൈറ്റായിട്ട് ഇടണം. കെട്ടി ഇറങ്ങി തന്നെ ഇരിക്കുന്നു. ജയിൽ ഫണ്ടമെൻ്റലായിട്ട് ഒന്നും മാറിയില്ല. മാർക്കറ്റ് കയറി എന്ന് പറഞ്ഞ് നിങ്ങൾ ഹാപ്പി ആവണ്ട. നിങ്ങൾക്ക് കാശ് കിട്ടുമ്പോൾ ടിഫിൻ കോഫി റേഞ്ചിൽ തന്നെ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം തന്നെ കൺസിഡർ ചെയ്യാമെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു. ഇപ്പോൾ ഇറങ്ങും, ഇപ്പോൾ ട്രം തിരികെ കുതിക്കും. 2500 ഫസ്റ്റ് ബേസാണ്. ബസ് കിട്ടുവാണെങ്കിൽ 11,000 വരയ്ക്കും ചെല്ലാം. എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പോകാൻ്റെ ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നു. ഇതുവരയ്ക്കും കാത്തിരുന്നുണ്ട് അയ്യോ അത് പോയി എന്ന് പറയരുത്. ബീസ് എന്നൊന്നിരിക്കുന്നു. നിങ്ങൾക്ക് ചാൻസ് കിട്ടുമ്പോൾ 1, 2 എന്ന് കൺസിഡർ ചെയ്തോ. വാർ തീർന്നതിന് ശേഷം ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റി ഇറക്കും. 5-6 വർഷത്തിൽ തിരികെ 20,000 ക്രോസ് ആകും. 25,000 ചാൻസ് ഇരിക്കുന്നു. കൺസിഡർ ചെയ്യാമോ വേണ്ടിയ എന്ന് നിങ്ങളുടെ ഡിസിഷൻ തന്നെ. ബോട്ടം എന്ന് വിചാരിക്കേണ്ട, അത് 2,000 കൂടെ ഇറങ്ങാം. ലോങ് ടേമിൽ ഇത് നല്ല റിട്ടേൺ തരും. നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റിന് അടുത്ത 5 വർഷത്തിൽ ബീറ്റ് ചെയ്യാൻ ചാൻസ് വളരെ നന്നായിട്ടുണ്ട്. നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.